തിരുവനന്തപുരം കിളിമാനൂർ MC റോഡിൽ വാഹനാപകടം. നിർത്തിയിട്ടിരുന്ന കാറിന് പിന്നിൽ മറ്റൊരു വാഹനം വന്നിടിച്ചു. വാഹനാപകടത്തിൽ നിന്ന് കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നടക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിലേക്ക് ആദ്യം. അയ്യോ, ആ കാറ് നിർത്തി അമ്മയും കുഞ്ഞും ജസ്റ്റ് പുറത്തോട്ടിറങ്ങിയുള്ളൂ. അപ്പോഴത്തേക്ക് ആ കാറിനെ ബസ് ഇടിച്ച് ലോറിയാണ്. അയ്യോ, അത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണെന്ന് ഉറപ്പായും പറയാം. അമ്മ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് ലോറി ആ കാറിൽ വന്ന് ആഞ്ഞിടിച്ചത്. അത് എങ്ങാനും ആയിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയതിനെ. പക്ഷേ ഭാഗ്യം അമ്മയ്ക്കും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. കാറിൽ പക്ഷേ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കറിയില്ല. ഈ സമയത്ത് വല്ല ആയിരുന്നു എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഭാഗ്യം ഒന്നും ഉണ്ടായില്ല. മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, അത്ഭുതകരമായ രക്ഷയോടെന്ന് പറഞ്ഞാൽ പോരാ, അതൊരു ഒരു തലനാരിയുടെ ഇടയിലാണ് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത്. ആ കാറിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് അമ്മയും കുഞ്ഞും ആ കാറിലേക്ക് പെട്ടെന്ന് ഓടി അടുക്കുന്നത്? ഈ കുട്ടിയുടെ അച്ഛൻ അതിനകത്തുണ്ടായിരുന്നോ? ഹാഷ്മി, നടുക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു ചരക്ക് ലോറി കാറിന് പിന്നിലിടിക്കുന്നു. ആ കാർ കറങ്ങി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. അതിൽ കാർ ഡ്രൈവറായിട്ടുള്ള ഈ സ്ത്രീയുടെ ഭർത്താവ് കൂടി ആ കാറിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും പരിക്കേറ്റിട്ടില്ല. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സെക്കൻഡ് വ്യത്യാസത്തിൽ, അതായത് അമ്മയും കുഞ്ഞും പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൽ സെക്കൻഡ് വ്യത്യാസത്തിലാണ് പുറകിൽ ചരക്ക് ലോറി വന്നിടിക്കുകയും ചെയ്യുന്നത്. ശേഷം കാർ മുന്നോട്ട് നീങ്ങി കറങ്ങി നിൽക്കുകയായിരുന്നു. അതിൽ ഉണ്ടായിരുന്ന കാർ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലാണ്. കാരണം ഈ പാസഞ്ചർ സീറ്റിൽ നിന്ന് കുഞ്ഞും അമ്മയുമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിനടക്കം പരിക്ക് പറ്റിയൊരു സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിലവിൽ ആ ഒരു അപകടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപകടകരമായി വാഹനം ഓടിച്ചതിന് ലോറി ഡ്രൈവർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. കിളിമാനൂരിൽ നിന്ന് കാലേറ്റ് ഭാഗത്ത് കാറ് നിർത്തുന്ന സ്ഥലത്താണോ നിർത്തിയത് എനിക്കറിയില്ല. പക്ഷെ ആ ലോറി ഒരു മിന്നൽ വേഗതയിലാണ് വരുന്നത്. ഒരു ഇത്രയും വേഗതയിലൊക്കെ റോഡിൽ പോകേണ്ട റോഡാണോ ഇത് മേഘന? ഹാഷ്മി, തീർച്ചയായിട്ടും അപകടകരമായി തന്നെയാണ് ഈ ചരക്ക് ലോറി ഡ്രൈവർ വാഹനം ഓടിച്ചത് എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം അത്ര വേഗതയിൽ വരുന്ന അതൊരു ഉൾപ്രദേശമാണ്, അത്ര വേഗതയിൽ വരുന്ന ഒരു സ്ഥലമല്ല. അതുപോലെ തന്നെ ഈ കാർ സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഒരു കടയിൽ പോകാനായി ഈ കുടുംബം കാർ സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ദിശ തെറ്റിച്ച് അല്ലെങ്കിൽ സൈഡിലേക്ക് കയറി വന്ന ഈ ലോറി കാറിലേക്ക് ഇടിക്കുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ചരക്ക് ലോറി ഡ്രൈവർക്കെതിരെ അപകടകരമായി വാഹനം ഓടിച്ചതിന് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്നല്ലാതെ മറ്റൊന്നും ഇതിനെ പറയാനില്ല. കാരണം അതിൽ ഈ പെട്ടെന്ന് തന്നെ വാഹനം കറങ്ങി നിന്നതുകൊണ്ട് കൂടുതൽ മുന്നേക്ക് ഈ കാറ് പോയിട്ടില്ല എന്നത് കൂടിയുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അമ്മയും കുഞ്ഞും ആ സെക്കൻഡുകൾക്കുള്ളിലാണ് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് കൂടി പറയണം. ജസ്റ്റ് എസ്കേപ്പാണത്. അമ്മയും കുഞ്ഞും കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ ഭാഗ്യം, ദൈവാധീനം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ എന്തും സംഭവിക്കാമായിരുന്നു. തീരെ പൊടിക്കുഞ്ഞാണത്. അപ്പോൾ അവനെ എടുത്തുകൊണ്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് കാറ് വട്ടം മറിച്ച് ലോറി വന്നിടിച്ചത്. അതിനകത്ത് ഈ സ്ത്രീയുടെ ഭർത്താവ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ഏതെങ്കിലും പരിക്കുകളൊന്നുമില്ല, ഒരു പരിക്ക് കാര്യമായിട്ടില്ല. മൊത്തത്തിൽ ഭാഗ്യമുണ്ട്. ആ കുടുംബം ലോട്ടറി എടുത്താൽ ചിലപ്പോൾ അടിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.